നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി 2025 ജൂലൈ മാസം 11-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് ഞാൻ പങ്കുവയ്ക്കാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. 2025 ജൂലൈ മാസം 11-ാം തീയതി വെള്ളിയാഴ്ച ദിവസം ഭാഗ്യദേവത കുറേ നാളുകാരുടെ ജീവിതത്തിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്ന, പ്രകാശിച്ച് നിൽക്കുന്നൊരു ദിവസമാണ്. ആയതിനാൽ 100% ലോട്ടറി ഭാഗ്യം അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത, 100% ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. പ്രിയമുള്ളവരെ, ഈ വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, കാലുത്രട്ടാതി, രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം, 2 പാദം നാളുകാർക്ക് 100% ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗ്യഭാവത്തിൽ ബലമുള്ള ഒരു ചന്ദ്രൻ നിൽക്കുന്ന വെള്ളിയാഴ്ച ദിവസം, അതുപോലെ തന്നെ അവരുടെ ധനഭാവത്തിൻ്റെ അധിപനെ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ വീക്ഷിക്കുന്ന ദിവസം, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 100% ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ, 2 പാദം നാളുകാർ. ഈ നാളുകാർക്ക് ഒരു 1-ാം സമ്മാനം വരെ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഈ ഒരു മഹാഭാഗ്യത്തെക്കുറിച്ച് ഇടവക്കൂറുകാരായിട്ടുള്ള കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ, 2 പാദം നാളുകാർ അറിയാതെ പോയാൽ അത് വലിയൊരു ദുഃഖത്തിന് ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഭാഗ്യദേവത ഇവരിൽ ഒരാൾക്ക് ലോട്ടറി ഭാഗ്യം 1-ാം സമ്മാനം കൊടുക്കുകയുള്ളൂ. എങ്കിൽ പോലും ആ ഒരു 1-ാം സമ്മാനം ലഭിക്കുവാൻ വേണ്ടി ഒരു ഭാഗ്യ പരീക്ഷണം നടത്തിയാൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം, 2 പാദം നാളുകാർ ഒരു ഭാഗ്യ പരീക്ഷണം നടത്തി നോക്കുക. 50 രൂപ അടുത്തൊരു സുവർണ്ണ കേരളം ലോട്ടറി ടിക്കറ്റ് എടുത്തു നോക്കുക. ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ ഈ നാളുകാരിൽപ്പെട്ട ഒരാൾക്കായിരിക്കും 1-ാം സമ്മാനം ലഭിക്കുക. അത്രമേൽ ഭാഗ്യദേവത പ്രകാശിച്ച് ജ്വലിച്ച് കത്തി ജ്വലിച്ച് ഈ ജാതകരുടെ ജീവിതത്തിൽ നിൽക്കുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനിയും കർക്കിടകക്കുറിൽപ്പെട്ട പുണർതങ്കാല, പൂയം, ആയില്യം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ തുലാക്കുറുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ളൊരു ദിവസമാണ്. തുലാക്കുറിൽപ്പെട്ട ചിത്തിര, 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിച്ച് നോക്കാവുന്ന ദിവസമാണ്. കാരണം ഈ ജാതകർക്കൊക്കെ ചെറിയൊരു സമ്മാനമാണെങ്കിലും ഉറപ്പായിട്ട് ലഭിക്കും. എന്നാൽ 1-ാം സമ്മാനം ലഭിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം, 2 പാദം നാളുകാർക്കാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഭാഗ്യഭാവത്തിൽ പൂർണ്ണ ചന്ദ്രൻ നിൽക്കുന്നു, ബലമുള്ളൊരു ചന്ദ്രൻ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം ധനഭാവത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ധനഭാവത്തിൻ്റെ അധിപനെ ഈ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ നോക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ, 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത 100% കൃത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ ഈ നാളുകാരൊക്കെ ഉള്ള വീടുകളിൽ ആ നാളുകാരൊക്കെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ അത് പ്രിയപ്പെട്ടവർക്ക് താല്പര്യമുണ്ടെങ്കിൽ 50 രൂപ കൊടുത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ സുവർണ്ണ കേരളം ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് നറുക്കെടുപ്പ്. ആ നറുക്കെടുപ്പിൽ 100% ഈ കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ, 2 പാദം നാളുകാരിൽ ഒരാൾക്ക് 1-ാം സമ്മാനം ലഭിച്ചിരിക്കും, അടിച്ചിരിക്കും. അതിന് മാറ്റമില്ല. ആ കൂറിൽപ്പെട്ട നക്ഷത്ര ജാതകർ 10-30 ലക്ഷം പേര് കാണും. പക്ഷെങ്കിൽ അവരിൽ ഒരാൾക്കേ ഭാഗ്യം ലഭിക്കുള്ളൂ എന്നുള്ള സത്യാവസ്ഥയും കൂടി അറിയണം. 1-ാം സമ്മാനം ലഭിച്ചില്ലെങ്കിലും മറ്റുള്ള നിരവധി സമ്മാനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. ഞാനിവിടുത്തെ കുറേ 4 അക്ക നമ്പറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 അക്ക നമ്പറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 4 അക്ക നമ്പറുകളൊക്കെ നോക്കി സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഇതൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ക്, ഈ നമ്പറൊക്കെ എടുത്തുകൊണ്ട് പോയി കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ലക്ക് അപ്രകാരം ഒരു ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് 500 ആണെങ്കിലും 1000 ആണെങ്കിലും 2000 ആണെങ്കിലും ഒക്കെ കിട്ടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട്
ഈ നമ്പർ തന്നെയാണല്ലോ എന്നും സ്ക്രീനിൽ കാണുന്നതെന്ന് ഓർത്ത് വിചാരിക്കേണ്ട. ഈ ലോട്ടറിയുടെ ഫലം നിങ്ങൾ എടുത്തു നോക്കുക. കഴിഞ്ഞ ആഴ്ചത്തെ ലോട്ടറി സമ്മാനം ലഭിച്ച നമ്പർ തന്നെയാണ് ഈ ആഴ്ചയും ലഭിക്കുക. കാരണം ഈ 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇടുന്നതാണ് ലോട്ടറി ഭാഗ്യം. അപ്പോൾ അതിനകത്തൊന്നും വിഷമിക്കേണ്ട. ഈ നമ്പറിൽ ഇഷ്ടപ്പെട്ട നമ്പർ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് പോവുക. അതുപോലെ തന്നെ അവസാനം വരുന്ന ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ അവസാനത്തെ 2 അക്ക നമ്പറുകളാണ് നോക്കിയെടുക്കുന്നതെങ്കിൽ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു നമ്പർ സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയി അങ്ങനെ നോക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള നമ്പറുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കി ഒരു ദിവസം ഒരു നമ്പറാണെങ്കിൽ അടുത്ത ദിവസം അടുത്ത നമ്പർ മാറിയെടുത്ത് നോക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഒരു 50 രൂപ മുടക്കി ഒരു 5000 കൂടെ വന്നാൽ മോശമാണോ? അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ നേട്ടമല്ലേ? അത്രയും പ്രാരാബ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എന്നും പറയുന്നത് പോലെ ടിക്കറ്റിൻ്റെ 4 അക്ക സംഖ്യകൾ 6 അക്ക സംഖ്യകളൊക്കെ കൂട്ടി നോക്കുക. ഇവിടെ പറയുന്ന ടിക്കറ്റുകളൊന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന നമ്പറിൻ്റെ 6 അക്ക സംഖ്യകളും 4 അക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ 1, 2, 3, 6, 9 ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ പറഞ്ഞാൽ സംഖ്യാശാസ്ത്രപ്രകാരം ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ വരുന്ന ടിക്കറ്റും കൂടെ നോക്കിയെടുക്കുക. അപ്പോൾ 1, 2, 3, 6, 9 എന്നിങ്ങനെ കൂട്ടി നോക്കുമ്പോൾ സംഖ്യ വന്നാൽ ആ ടിക്കറ്റും നിങ്ങൾ എടുക്കുക. ഭാഗ്യദേവത എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മുൻപേ പറയാൻ പറ്റത്തില്ല. ഭാഗ്യദേവത അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.